എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിഗ് ക്യൂ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ക്യൂസ് മത്സരങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മൾ 5000 രൂപയുടെ ക്യാഷ് പ്രൈസൊക്കെ നൽകിയിട്ടുള്ള ക്യൂസ് മത്സരം, പ്രസംഗ മത്സരം, പോസ്റ്റർ നിർമ്മാണ മത്സരം എന്നിവയൊക്കെ നടത്തുന്നുണ്ട്. ബിഗ് ക്യൂ, ക്യൂസ് വേൾഡ്, ക്യൂസോ എന്നീ യൂട്യൂബ് ചാനലുകളുടെ ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ബിഗ് ക്യൂ ചാനൽ ചെന്നാൽ കൂട്ടുകാർക്ക് കൂടുതൽ വിവരങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കുക. ഈ വീഡിയോടൊപ്പം തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചോദ്യം: ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻസ്: ഡൽഹൌസി, മിൻറ്റോ, വെല്ലസ്ലി. ദത്താവകാശ നിരോധന നിയമം നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിയമമായിരുന്നു. ഇത് നടപ്പിലാക്കിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: ഓപ്ഷൻ എ, ഡൽഹൌസി. ചോദ്യം: ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആര്? പിൻവലിക്കുക. ഓപ്ഷൻസ്: കാനിങ് പ്രഭു, മിൻറ്റോ, വെല്ലസ്ലി. ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുക എന്നുവെച്ചാൽ അത് നിർത്തലാക്കുക. അത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം: ഓപ്ഷൻ എ, കാനിങ് പ്രഭു. ഓപ്ഷൻ എ, കാനിങ് പ്രഭു. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ചോദ്യം: ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം. ഓപ്ഷൻസ്: മിൻറ്റോ, സത്താറ, വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ദത്തവകാശ നയത്തിലൂടെ. ഉത്തരം: സത്താറ. ഉത്തരം: സത്താറ. ചോദ്യം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻസ്: മിൻറ്റോ, കാനിങ്, വെല്ലസ്ലി. മിൻറ്റോ, കാനിങ്, വെല്ലസ്ലി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ്. ഉത്തരമെന്ന് പറയുന്നത് കാനിങ്. കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ്. ചോദ്യം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ. ഓപ്ഷൻസ്: മിൻറ്റോ, കാനിങ്, വെല്ലസ്ലി. നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയെ ഭരിക്കുമ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്നത് ഗവർണർ ജനറൽമാരായിരുന്നു. അതിനുശേഷമാണ് വൈസ്രോയ് എന്നൊരു സ്ഥാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ഗവർണർ ജനറൽ. ഉത്തരം ഓപ്ഷൻ ബി, കാനിങ് ആണ്. ആദ്യത്തെ വൈസ്രോയും കാനിങ് ആണ്. കൂട്ടുകാർ തെറ്റിക്കരുത്. ചോദ്യം: ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ആര്? ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ആര്? ഓപ്ഷൻസ്: മിൻറ്റോ, കാനിങ്, റിപ്പൺ. മിൻറ്റോ പ്രഭു, കാനിങ് പ്രഭു, റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്നു. ഉത്തരം റിപ്പൺ. റിപ്പൺ പ്രഭുവാണ് ജനകീയനായ വൈസ്രോയ് എന്നറിയപ്പെടുന്നത്. ചോദ്യം: ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: മിൻറ്റോ, കാനിങ്, റിപ്പൺ. മിൻറ്റോ, കാനിങ്, റിപ്പൺ. ഉത്തരം റിപ്പൺ. ഇന്ത്യയിലെ തദ്ദേശീയ സ്വയംഭരണത്തിൻ്റെ പിതാവാണ് റിപ്പൺ പ്രഭു. ചോദ്യം: ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിയുടെ ഉത്തമ ഉദാഹരണം. ഓപ്ഷൻസ്: ബംഗാൾ വിഭജനം, കൂഗ കലാപം, പ്ലാസി യുദ്ധം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിയുടെ ഉത്തമ ഉദാഹരണം. ബ്രിട്ടീഷുകാർക്ക് ഓരോ നയങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നടപടിയുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ വിഭജനം. നമുക്കറിയാം 1905. ചോദ്യം: ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയ്. ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയ്. ഇപ്പോഴത്തെ നമ്മുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ആദ്യം കൽക്കത്തയായിരുന്നു. ഓപ്ഷൻസ്: